അസ്സലാമലൈക്കും. ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഇന്നങ്ങനെ റെസിപ്പീസൊന്നും വലുതായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പം നോമ്പ് തുറവിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പം വീഡിയോയിലേക്ക് പോവാം. അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴയും കറണ്ട് പോക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും വീഡിയോസ് എടുക്കാനൊന്നും എന്നോട് പറ്റിയില്ല. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി വെച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ബീഫാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഫും ക്രഷ് ചെയ്ത് ഒരു മസാല, അധികം സ്പൈസി അല്ലാത്തൊരു മസാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ വലിയൊരു ബിരിയാണി പോട്ടിലേക്ക് വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ എണ്ണ തടവിയൊക്കെ എണ്ണം വെച്ചിട്ട് ഈ അരീൻ്റെ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ മസാല ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കും. ജസ്റ്റ് ഒന്ന് വെന്തിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ് ആകുമ്പോൾ പിന്നെ ഇതേ പ്രോസസ്സ് മാവും അതിൻ്റെ മുകളിൽ മസാല പിന്നെയും ലിഡ് ക്ലോസ് ചെയ്യുക. അങ്ങനെ ഒരു 4-5 വട്ടം ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇത് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഉണ്ടായിരുന്ന മസാല ഒരു പോള മാതിരി ഒരു ഫ്രൈങ് പാനിൻ്റെ മുകളിലായിട്ട് ഒരു അത്യാവശ്യം കൊണ്ടുള്ളൊരു പാൻ എടുത്തിട്ട് ഇതേപോലെ ഫസ്റ്റ് മാവ് ഒഴിച്ച് അതിന് മുകളിൽ മസാല ഇട്ട് ജസ്റ്റ് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇറാനി പോളൻ്റെ ഏകദേശം ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അതും കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ മാതിരി പത്തിരി പിന്നെയും എന്നെക്കൊണ്ടാട്ടോ ചെയ്യിപ്പിക്കുന്നത്. ഈ പത്തിരി പൊട്ടിക്കണമെന്നുണ്ടാകുന്നറിയോ, ഞാനതെടുത്ത് മറിച്ചിടാൻ നോക്കിയതുകൊണ്ടാണ്. അങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ കൈയൊന്നും പൊള്ളാതെ പത്തിരി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് പത്തിരിക്ക് കറിയായിട്ട് ബീഫ് കറി ആട്ടോ ഉണ്ടായിരുന്നത്. ഇതിൻ്റെയൊന്നും വീഡിയോസ് എനിക്ക് ഇവിടെ എടുക്കാൻ പറ്റിയില്ല. കറണ്ട് ഉണ്ടായില്ല, വെളിച്ചം ഭയങ്കര കുറവായിരുന്നു, ഇരുണ്ട് മൂടി കിടക്കുന്നു. പിന്നെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ്, വേവിച്ച് വെച്ച നൂഡിൽസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഫുള്ള് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് വെച്ചിട്ട് സൂപ്പ് പോലെ തന്നെ ഉണ്ടാക്കി, ഒരു നൂഡിൽസ് സൂപ്പ് ഉണ്ടാക്കി. പിന്നെ നോമ്പ് തുറക്കാനായപ്പോഴേക്കും ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. പത്തിരി ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് കറിയും ഉണ്ടായിരുന്നു. ഇത് ഉമ്മമ്മക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ്. ഉമ്മമ്മ ബീഫ് കൂട്ടൂല, അപ്പം മുട്ടക്കറിയാണ്. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്തേക്ക് ചട്ടിപ്പത്തിരിയും കട്ട് ഫ്രൂട്ട്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നധികം കടി പൊരിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ഒരു ജ്യൂസും ഉണ്ടായിരുന്നു സ്ട്രോബെറീൻ്റെ, അതൊക്കെ കഴിച്ച്. പിന്നെ ഇന്നലെ സൂപ്പ് ഉണ്ടായിരുന്നപ്പം ഫസ്റ്റ് അത് തന്നെ കഴിച്ചിട്ട് വേറൊന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് പത്തിരിയും ബീഫ് കറിയും കൂട്ടി കഴിച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് സൂപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.